സ്ത്രീകളെ കൂടുതലായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സാംസ്കാരിക വകുപ്പും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചെറുകഥാ ക്യാമ്പിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. സമം പോലെയുള്ള പദ്ധതികളും സമത്വ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മോചനം നേടുന്ന സ്ത്രീയാണ് ഇന്നിന്റെ കരുത്തെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 1 ലക്ഷത്തോളം കുടുംബശ്രീ അംഗങ്ങളെ എനിക്ക് തോന്നുന്നു അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവര് അല്ലെങ്കിൽ 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും ഒക്കെ പോയവരെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ ആക്കി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ പദ്ധതി വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു വലിയ മാറ്റമാണ്. അത്തരത്തിൽ സമം പോലെയുള്ള ഇത്തരത്തിലുള്ള പദ്ധതിയിലൂടെ കേരളത്തിലെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സാഹിത്യ മേഖലയിലും ഈ സാന്നിധ്യം ശ്രദ്ധേയമായി തുടരുകയാണ്. പ്രാതിനിധ്യം മാറ്റി നിർത്താൻ ആവാത്തതാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും സമൂഹത്തിലെ തുല്യതയുമാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഉറപ്പാക്കാനാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു. മൃഗങ്ങളെ എങ്ങനെ, ക്രൂര മൃഗങ്ങളെ എങ്ങനെ അതിന്റെ സാമീപ്യം മനസ്സിലാക്കാം, എങ്ങനെ ഇഴജന്തുക്കളുണ്ടെന്ന് കരുതാൻ പറ്റും, വെള്ളം കിട്ടുന്നത് എങ്ങനെയെന്ന് പക്ഷികളുടെ ചലനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ആ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു മുത്തശ്ശിയാണെങ്കിൽ ഈ കുഞ്ഞിനെ മടിയിൽ കിടത്തി പറഞ്ഞു കൊടുക്കുന്നതല്ല, മോളെ അന്യഭവനത്ത് പോയി 4 പേരിക്കകത്ത് ഓർക്കേണ്ടവളാണ്, അടങ്ങി ഒതുങ്ങി കഴിയണം, ഓടരുത്, തുള്ളരുത്, ചാടരുത്, മുടിയഴിച്ചിടരുത്, എന്തെല്ലാം ഉപദേശങ്ങളാണ്. ഇത് കിട്ടുന്ന കുട്ടി എങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് ജീവിക്കും? സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, ഡയറക്ടർ എൻ മായ, സമം പ്രോഗ്രാം കമ്മിറ്റി അധ്യക്ഷ സുജ സൂസൻ ജോർജ്, KSFDC MD അബ്ദുൾ മാലിക്, കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, ശാരദക്കുട്ടി, എഴുത്തുകാരി CS ചന്ദ്രിക, R പാർവതി ദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.